പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയുടെ ദേവാലയ പ്രവേശന ഓശാനയുടെ കേട്ടിരുന്നു. ഇനി അടുത്ത ദേവാലയ പ്രവേശനവും അവിടുത്തെ ശുദ്ധീകരണവുമാണ്. കർത്താവ് ദേവാലയമൊക്കെ നോക്കി കണ്ടിട്ട് പോയി പിന്നെ ശുദ്ധീകരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദേവാലയം അതേസമയം ലൂക്ക പറയുന്നത് അപ്പോൾ തന്നെ ദേവാലയത്തിൽ അതിനെല്ലാം ശേഷം അവിടെ ദേവാലയത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു, യേശുവിനെ രാജാവായിട്ടാണ് അവർ സ്വീകരിക്കാനിരുന്നത്. രാജാവ് തങ്ങളെ ദാവീദിൻ്റെ പിൻഗാമി ആയ മിശിഹ വന്ന് തങ്ങളെ മോചിപ്പിക്കും, മറ്റ് വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് തങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ തന്നെ ആ മതത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കും. കാരണം മിശിഹയാണ് പിന്നെ ഭരിക്കുന്നത്, പ്രധാന പുരോഹിതനും മിശിഹ തന്നെയാണ് എന്നവർ പ്രതീക്ഷിച്ചിട്ട്. കാരണം അവിടുത്തെ പുരോഹിത വർഗം സൻഹെദ്രീൻ സംഘം, അതായത് അവർക്ക് പുരോഹിത വർഗത്തിന് സഹായികളായിട്ടുള്ളത് ആയ ആലോചക സംഘം, ഉപദേശക സംഘം ആണ് 72 പേരടങ്ങുന്ന സൻഹെദ്രീൻ സംഘം. അവരുടെ ഭാരിച്ച നുകങ്ങൾ, അവർ പുറപ്പെടുവിക്കുന്ന ഭാരിച്ച നിയമങ്ങൾ, അവർ ചുമത്തുന്ന ഭാരിച്ച നികുതികൾ, ദേവാലയ നികുതി ഒക്കെ പ്രത്യേകമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് അസഹ്യമായിരുന്നു. സാധാരണ ജനതയ്ക്കൊന്നും സഹിക്കാൻ പറ്റുന്നത് ആയിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു മോചനമാണ് അവർ പ്രതീക്ഷിച്ചത്. അതായത് ആത്മീയമായും മതപരമായും അല്ലാതെ രാഷ്ട്രീയമായും സാമൂഹ്യപരമായിട്ടുള്ള ഒരു മോചനം. തങ്ങളെ അടിച്ചമർത്തി അടിമകളായിട്ട് ഇനിയും വെച്ചിരിക്കാൻ പറ്റുകയില്ല. സമഗ്ര മോചനമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ ആളെ ഈ യേശു തന്നെയാണെന്ന് അവർ തീർത്തും പ്രതീക്ഷിച്ചിരുന്നു. കാരണം യേശുവിൻ്റെ ആ രൂപഗാംഭീര്യവും ആജ്ഞാശക്തിയും എന്നാൽ തന്നെ ആ ശാന്തതയോടുകൂടിയുള്ള ആജ്ഞാപനവും എല്ലാം, കുറ്റങ്ങളും എല്ലാം മുഖത്ത് നോക്കി തന്നെ അധികാരികളുടെ, പുരോഹിതവർഗ അധികാരികളുടെ തന്നെ മുഖത്ത് നോക്കി അവരെ ശാസിക്കുന്നതും അവർ പറയുന്നതും എല്ലാം കേട്ടപ്പോൾ ഇവൻ തന്നെയാണ് മിശിഹ ക്രിസ്തു എന്നവർ മനസ്സിലാക്കിയിരുന്നു. കാരണം അവരുടെ മുഖത്ത് നോക്കി അവരുടെ അടുത്ത് നിന്ന് സാധാരണ സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത് തന്നെ പ്രവാചകൻ. പിന്നെ മറ്റു പ്രവാചകന്മാർ ഇപ്പോഴല്ല ഇത് യേശു പ്രവർത്തിച്ചത്. മറ്റ് ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം പ്രവർത്തിച്ചു, ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതാനും. അപ്പം അതുകൊണ്ട് അവർ തീർത്തും പ്രതീക്ഷിച്ചു. യെരുശലേമിൻ്റെ താഴെ ചരിവിൽ വന്നപ്പോൾ അവർ വിചാരിച്ചു അന്റോണിയോ ഫോർട്ടിലോട്ടായിരിക്കും പോകുന്നത്. ആ അന്റോണിയോ കോട്ട, റോമൻ പട്ടാളത്തിൻ്റെ ബാരക്ക് അവിടെയാണ്. പക്ഷേ വലത്തോട്ട് തിരിഞ്ഞില്ല. വലത്തോട്ടാണ് ആ വഴി. പക്ഷേ അങ്ങോട്ടല്ല, കർത്താവ് ഇടത്തോട്ട് തിരിഞ്ഞ് ദേവാലയത്തിലോട്ട് തന്നെ പോയി. ദേവാലയത്തിലോട്ട് പോയി. അപ്പോൾ അപ്പോഴും വിചാരിച്ചു ദേവാലയത്തിൽ കയറിയിട്ട് പ്രാർത്ഥനകളോ അർച്ചനകളോ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും തങ്ങൾ ഉദ്ദേശിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കും, വിദേശാധിപത്യത്തെ തുടച്ചു നീക്കും, ദേവാലയ അധികൃതരുടെയും ആ കാപട്യവും എല്ലാം അവിടുന്ന് തുറന്നു കാട്ടി അവരെയൊക്കെ പുറത്താക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. അതല്ല നടന്നത്. അപ്പോൾ അവരങ്ങനെ ഭഗ്നാശരായിട്ട് നിന്നു. എങ്കിലും ഇനിയുണ്ടല്ലോ സമയം എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ ദേവാലയ പുരോഹിത വർഗവും ഫരിസേയ സമൂഹവും പറയുന്നുണ്ട്, നിബന്ധരും പറയുന്നുണ്ട്, ജനങ്ങളെല്ലാം അവൻ്റെ പുറകെ പോയി ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന്. അപ്പോഴാണ് ദേവാലയ പ്രധാന പുരോഹിതൻ വന്നിട്ട് പ്രവചിക്കുന്നു, നമുക്ക് മനുഷ്യർക്ക് വേണ്ടി ഒരുത്തൻ എല്ലാവർക്കും വേണ്ടി മരിക്കണം. കാരണം ഇവൻ ഇങ്ങനെ പോയാൽ വളരെ കലാപങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവരും വലിയ
റോമൻ സർക്കാരിനെതിരായിട്ടുള്ള കലാപം ഉണ്ടാകും. ഇവൻ ഏതായാലും മിശിഹ അല്ല. മിശിഹ ആയിരുന്നെങ്കിൽ ഇവൻ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഈ വഴിയല്ല, അവരുടെ ദേവാലയത്തിലോട്ടല്ല വലത്തോട്ടുള്ള വഴിയിലോട്ട് പോകുമായിരുന്നു. തങ്ങളുടെ അധികാരം ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ വലത്തോട്ടുള്ള വഴിയിൽ പോയ പട്ടാള ബാരക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ പ്രധാന പുരോഹിതൻ പറയുന്നു, ഇവരിൽ മനുഷ്യരിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കുന്നത് ഉത്തമമാണ്, നല്ലതാണ് എന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. അപ്പം പ്രധാന പുരോഹിതൻ പറയാൻ കാരണം, ഇങ്ങനെ കലാപങ്ങളുണ്ടായാൽ, അതിന് സായുധ വിപ്ലവം ഉണ്ടായാൽ, അതിന് മുൻപ് 2 പ്രാവശ്യം നടന്നു. അപ്പോൾ റോമൻ പട്ടാളം വന്ന് വളരെ കർശനമായിട്ട് അവിടെ പെരുമാറി, ക്രൂരമായിട്ട്. അപ്പോൾ അതുപോലെ ഇനി ഒന്ന് ഉണ്ടായാൽ തങ്ങൾ റോമൻ സൈന്യാധിപനും കൂട്ടരും വന്ന് സർവ്വതും ഇടിച്ചു നിരത്തും, ദേവാലയമെല്ലാം ഇടിച്ച് നിരത്തും, സർവ്വതും നശിപ്പിക്കും. വലിയ മാരകമായ വലിയൊരു കെടുതിയായിരിക്കും ഉണ്ടാകുന്നത്, യുദ്ധമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് അവർ ഭയപ്പെട്ടു. അതൊരു വിധത്തിൽ ശരിയാണ്. അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുൻ അനുഭവം 2 പ്രാവശ്യം വിപ്ലവം നടന്നതിൻ്റെ അനുഭവം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ദേവാലയ ശുദ്ധീകരണത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്, അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ദീപജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. അപ്പോൾ ഇവിടെ യോഹന്നാനും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ദേവാലയ ശുദ്ധീകരണം നേരത്തെയാണ് നടക്കുന്നത്. തൻ്റെ പരസ്യ ജീവിതത്തിന് തുടങ്ങുമ്പം തന്നെ നേരത്തെ കൂട്ടി അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ബാക്കി മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ അപ്പോൾ തന്നെയാണ് ചെയ്യുന്നത്, ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ അവർ പറയുകയാണ്, അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി, ആരാണിവൻ എന്ന് ഇവരൊക്കെ ചോദിച്ചു, പ്രമാണിമാരൊക്കെ. അപ്പോൾ ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. ഗലീലിയ പ്രവിശ്യയിൽ നിന്നുള്ള യേശുവാണ്, നസ്രത്തിലെ യേശുവാണ്. അപ്പോൾ അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു, അവർ ലൂക്കായുടെ സുവിശേഷത്തിൽ അവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു. ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ, കച്ചവടമുള്ളിടത്താണല്ലോ അതൊക്കെ. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. കർത്താവ് അവിടെ ചെന്നപ്പോൾ അവിടെ എന്താണ് കച്ചവടം നടക്കുന്നത്? ദൈവാലയത്തിൽ ദേവാലയം എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നിടം പ്രധാനപ്പെട്ട ആ കെട്ടിടമല്ല, അതിൻ്റെ അതിൻ്റെ അനുബന്ധിച്ചുള്ള കെട്ടിടമാണ്, അതിനോട് ചേർന്ന് തന്നെ. അവിടെ ആദ്യം കാണുന്ന കെട്ടിടം, അപ്പോഴവിടെ വിജാതി കോർട്ട്യാർഡുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മുറ്റമുണ്ട്, തളമുണ്ട്. ആ തളത്തിൻ്റെ ചുറ്റും പിന്നെ വിജാതിയർക്കുള്ള സ്ഥലമുണ്ട്. അവർ നിന്ന് പ്രാർത്ഥിക്കാൻ, അത് യഹൂദർ അല്ലാത്തവർക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് കച്ചവട സ്ഥലമായിട്ടാക്കി അവർ മാറ്റിയിരിക്കുന്നത്. അവിടെ എന്താണ് കച്ചവടം?
നാണയമാറ്റക്കാരുണ്ട്, പറഞ്ഞല്ലോ. അതായത് യഹൂദ നിയമം അനുസരിച്ച്, അവരുടെ ആത്മീയ മത നിയമം അനുസരിച്ച് അവിടെ മറ്റ് റോമൻ പണം അവിടെ നിക്ഷേപിക്കാൻ പാടില്ല. റോമൻ ആധിപത്യത്തിൽ കഴിയുമ്പോൾ റോമൻ നാണയമാണ്. അതിന് പകരം ആ റോമൻ നാണയം കൊടുത്ത് അത്രയും അതിനുള്ള ഇത് യഹൂദ അവരംഗീകരിച്ച പണം വാങ്ങണം. ആ പണം വാങ്ങി വേണം അവിടെ നിക്ഷേപിക്കാൻ, കാഴ്ചയിടുന്നതിന്. പക്ഷേ അതിനും അവർ നാണയമാറ്റക്കാരുടെ അടുത്ത് ചെന്ന് അത് വാങ്ങണം. അതിനുള്ള സ്ഥലവും കൂടെ അവർ അവിടെ കൊടുത്തു. അവിടെ വിജാതിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇല്ലാതായി. അപ്പോൾ നാണയം അവർ മാറ്റുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, കച്ചവടമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പം 100 രൂപ കൊണ്ടുവന്ന് കൊടുത്താൽ, ദേവാലയത്തിലിടാൻ കൊടുത്താൽ, അതിനുള്ള 100 രൂപ അതേപടി തന്നെ അവർ കൊടുക്കുകയല്ല. അതിൻ്റെ ഇരട്ടി പലിശ ചേർത്താണ് ഉള്ള തുകയാണ്. അപ്പോൾ അത് കഴിച്ച് ബാക്കിയേ കൊടുക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 100 രൂപ റോമൻ നാണയം, അന്നത്തെ സർക്കാരിൻ്റെ നാണയം കൊടുത്താൽ ഇവർ ദേവാലയ പണം കൊടുക്കുന്നത് 50 രൂപയെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ 100 രൂപ കാഴ്ച അർപ്പിക്കണമെങ്കിൽ അവൻ 200 രൂപ കൊടുക്കണം. സാധുക്കളെ പിഴിഞ്ഞ് എടുത്ത് അവരെ, ഒന്നുമില്ലാത്തവരെ, നിർധനരെ പിഴിഞ്ഞെടുത്ത് ചെയ്യുന്ന ദേവാലയ കമ്മിറ്റിക്കാരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്നും നമ്മൾക്ക് എല്ലായിടത്തും ഒന്നും ഇല്ലെങ്കിലും ചിലയിടത്തെങ്കിലും കാണുമല്ലോ. സാധുക്കളെന്നോ അവരെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളായിട്ട് മാറരുത്. അപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലയിടത്തൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം, അത് ചിലരെങ്കിലും ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാം, ചിലയിടങ്ങളിലെങ്കിലും. അതായത് വേദനിക്കുന്നവരെ, ഇല്ലായ്മക്കാരെ, അവരുടെ മനസ്സ് വേദനിപ്പിച്ച് പിഴിഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ദൈവകോപമാണത്. അതൊരിക്കലും നന്മയ്ക്കായിട്ട് വരുത്തില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല. തീർച്ചയായിട്ടും അത് ദോഷമായിട്ട് ഭവിക്കും. അപ്പോൾ അങ്ങനെ ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് ഏറ്റവും ദേഷിച്ച കാര്യമായിരുന്നത്. അവരുടെ മേശകളൊക്കെ എന്ത് ചെയ്തു? തട്ടിമറിച്ചിട്ടു. അവരുടെ അവരെയൊക്കെ പുറത്താക്കി. വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ എല്ലാം തട്ടിമറിച്ചിട്ടു. കാരണം അവിടെ കച്ചവട സ്ഥലമാക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇത് ഈ കാലം ഏതാണ്? ഇതിപ്പം നടക്കുന്ന വർഷം അത് ഞാൻ പറഞ്ഞില്ല, അത് AD 29 ആയിരിക്കണം. അതാണ് കാലഘടന അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. AD 29 എന്നുള്ളതാണ് ആ കണക്ക്. അപ്പോൾ ആ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ ജെറമിയ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുന്നത് അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. പ്രാർത്ഥനാലയമാണ്. ഏതാ? വിജാതിയർക്കുമൊക്കെ ഉള്ള പ്രാർത്ഥനാലയമാണ്. അവിടെ മറ്റുള്ളവർക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം അവിടെ കച്ചവടങ്ങൾ നടക്കുകയാണ്. അതും കൊണ്ട് വേണം പോകാൻ. ആടിനെ ബലിയർപ്പിക്കുന്നതിന് അവർ വെളിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന യഹൂദരാണ്. അവർ ദിവസം തോറും മറ്റ് വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് 1 മാസമൊക്കെ എടുത്ത് യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ അവിടുന്ന് ആടുകളെയും കൊണ്ടുവരാൻ, കാളകളെയും കാളക്കുട്ടിയെയും കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങണം. അതാണ് നിയമം. ഇവിടെ വരുമ്പോൾ അവർ അവിടുന്ന് കൊണ്ടുവന്ന ഒരു പക്ഷേ ദേവാലയത്തിന് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന, നഗരത്തിൽ നിന്ന് തന്നെ വാങ്ങി അവിടെയും കൊണ്ട് കച്ചവടങ്ങളെല്ലാം ഉണ്ട്. വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇവർ പരിശോധിക്കാൻ അവിടുത്തെ ദേവാലയ സേനയുടെ പ്രവർത്തകരുണ്ട്, ദേവാലയ സേനയുണ്ട്. അപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറയും, പുരോഹിതന്മാരും ഉണ്ട്, ധാരാളം ഉണ്ടല്ലോ. പരിശോധിച്ചിട്ട് പറയും ഇതിന് ഊനമുണ്ട്, എന്തെങ്കിലും കുറ്റം അവർ കണ്ടുപിടിക്കില്ലെങ്കിൽ തന്നെ. എന്നിട്ട് പറയും ഇവിടെ ഉണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് പോവുക. അത് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇവർ കൊണ്ടുവന്ന് അതിനെ എടുത്ത് അവിടെ കൊണ്ട് നിർത്തും. അവരങ്ങ് എടുക്കും, തിരിച്ച് കൊടുക്കത്തെയൊന്നുമില്ല. അതുകൊണ്ട് നിന്ന് അവർ വേറെ വാങ്ങിച്ചുകൊണ്ട് പോയി ദേവാലയത്തിന് അവിടെ ബലിയർപ്പിക്കുക. ഈ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ തന്നെ കള്ളന്മാരുടെ ഗുഹയെന്ന് പറഞ്ഞത് ജെറമിയ പറഞ്ഞത് പ്രവചിച്ചത് ശരിയാണ്. കാരണം ഇവിടെ കൊണ്ടുപോകുമ്പോൾ ബലിപീഠത്തിനുമൊക്കെ ഏറ്റവും കിഴക്ക് മാറി പുറകിലോട്ട് മാറി അവിടെ ഒരു
സ്ഥലമുണ്ട്, പ്രത്യേകം അവർ വേർതിരിച്ചിട്ടുണ്ട്. ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ഈ മനുഷ്യർ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന മനുഷ്യർ കാണുന്നില്ല. അവിടെ കൊടുത്തു. അവർ ഭക്തിപൂർവം പ്രാർത്ഥിച്ച് കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കവർച്ച സംഘം എന്ന് പറഞ്ഞാൽ ഈ ദേവാലയ സേനാ പ്രവർത്തകരും സൻഹെദ്രിയനിൽ തന്നെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അന്നാസും കയ്യഫാസും ഇവിടെ ഇവർക്കൊക്കെ ലേലം ചെയ്ത് ലേലമൊന്നൊന്നുമല്ല, അവർ കൊടുത്തിരിക്കുക. അതിൻ്റെ പങ്ക് അവർക്ക് കിട്ടും, ഈ പുരോഹിത ശ്രേഷ്ഠർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ എന്തു ചെയ്യും? ഇവർ കൊണ്ടുവന്ന അതിനെ തന്നെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കും. അപ്പോൾ അവർ ഇവിടുന്ന് മാറ്റി വാങ്ങിച്ച് അവർ കുറ്റമൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുവന്നതിനെ പുറകിൽ കൂടെ കടത്തി എന്തു ചെയ്യും? അവിടെ ഗുഹയുണ്ട്, അതിനകത്താക്കിയിട്ട് അടയ്ക്കും. അതിൻ്റെ പുറകുവശത്തൊരു ഗുഹയുണ്ട്. അതാ നിങ്ങളെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുഹയുണ്ട്. അവിടെ യഥാർത്ഥത്തിലെ വസ്തുനിഷ്ഠം അത് അക്ഷരാർത്ഥത്തിലുണ്ട്. അപ്പോൾ അവിടെ മാറ്റി നിർത്തിയിട്ട് ഇവർ വീണ്ടും ഇവിടെ ഇവർ കൊണ്ടുവന്ന ആളിനെ, അല്ലെങ്കിൽ ഊനമുള്ളതിനെ തന്നെ, അവർ ദോഷമുള്ളതിനെ തന്നെ, എന്തെങ്കിലും വീഴ്ച ഉള്ളതിനെ തന്നെ ബലിയർപ്പിക്കുക. ഇവരറിയുന്നില്ല പിന്നെ അതാണ് ബലിയർപ്പിച്ചത് എന്ന് ജനങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ കച്ചവടം നടക്കും. വീണ്ടും അതിനെ കൊണ്ടുവന്ന് എന്തു ചെയ്യും? ഈ അവിടെ നടത്തിയ കച്ചവടക്കാരുടെ നിന്ന് വാങ്ങിച്ച ഉരുക്കളെ വീണ്ടും അവിടെ കൊണ്ടെത്തിക്കും പുറകിൽ കൂടെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് എത്തിച്ച് വീണ്ടും അതിനെ കച്ചവടം ചെയ്യും. വീണ്ടും അതിനെയാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷേ അതിനെ ഇവിടെ ബലിയർപ്പിക്കുന്നത് വേറെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കച്ചവടവും കൂടെ അവിടെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കള്ളന്മാരുടെ ഗുഹയാക്കി അവിടെ മാറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ ജെറമ്യായുടെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ പ്രതീക്ഷിച്ച ദേവാലയം, ഞാൻ പ്രതീക്ഷിച്ച ദൈവം കർത്താവ് യഹോവ പ്രതീക്ഷിച്ച ദേവാലയം, ഷീലോയിലെ ദേവാലയം. ജോഷുവയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആ ഷീലോയിലെ ദേവാലയത്തെ പറ്റി. അത് നിങ്ങൾ പോയി നോക്കുക. അത് അവിടെ എന്തോ ഉണ്ടായി? അതില്ല, നാമാവിശേഷമാക്കി. ഇതുപോലുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ് നാമാവിശേഷമാക്കിയത്. അതുപോലെ തന്നെ ഈ ദേവാലയം നാമാവശേഷമാകും കർത്താവ് പ്രവചിക്കുകയായിരുന്നു. അത് AD ഇത് 29 നടക്കുന്നത്. AD 69 അല്ലെങ്കിൽ 70 അത് നടന്നു. റോമൻ അധികൃതർ വന്ന് അത് നശിപ്പിച്ചു ആ ദേവാലയം. കർത്താവ് പറഞ്ഞ് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചേക്കാം. 7:11 10-ാം വാക്യം 7. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നിന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നാണോ? ജെറമ്യ ചോദിക്കുകയാണ്. എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയാണോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ 12-ാമത്തെ വാക്യം, എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവിൻ. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കാണുവിൻ. അപ്പോൾ ജെറമ്യായിൽ പറയാതാണ് ഇവിടെ ജെറമ്യ 7-ാം അധ്യായത്തിൽ പറയുന്നത്. 11-ാം വാക്യം 12-ാം വാക്യം. അപ്പോൾ ഷീലോയിൽ ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ കർത്താവിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ മ്ലേച്ഛമായിട്ട് ഇതുള്ള തിന്മകൾ പ്രവർത്തിച്ചപ്പോൾ അവിടം പിന്നെ ദേവാലയമായി ഇല്ലാതായി എന്ന് പറഞ്ഞ പോലെ ഇവിടെ സംഭവിക്കുമെന്ന് പറയുന്നു. അത് സംഭവിച്ചു. അപ്പോൾ കർത്താവ് ഇവിടെ അതുപോലെ സഖറിയ 14-ാം അധ്യായത്തിൽ 21-ാം വാക്യം പറയുന്നുണ്ട്, ഇനിമേൽ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് ഇതെല്ലാം അടിച്ച് അവരെല്ലാം പുറത്താക്കി വ്യാപാരി. അപ്പോൾ വ്യാപാരികളെല്ലാം കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെയൊക്കെ കള്ളത്തരങ്ങളായിരുന്നു. സാധാരണക്കാരെ അവിടെ തീർത്ഥാടനത്തിന് വരുന്നവരാണ്, ബലിയർപ്പിക്കാൻ വരുന്നവരാണ്. അവരെ വഞ്ചിച്ച് പിടിച്ച് പറിച്ച് പിഴിഞ്ഞ് അവരിൽ നിന്നെല്ലാം ഈടാക്കുക, അവരെ ഒന്നുമല്ലാത്തവരാക്കി മാറ്റുക.
അതിനൊപ്പം കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരെ അവർക്കെതിരെ ദോഷം പ്രവർത്തിക്കാതായിരുന്നു. അതാണ് അവിടെ ആ ദേവാലയത്തിന് അതുകൊണ്ട് AD 69 ആ നാശം സംഭവിച്ചത്. അത് ദൈവം ചെയ്തതാണ്. ഇവിടെ നമ്മുടെ നാട്ടിലും നമ്മളും മനസ്സിലാക്കണം. അവിടെ ഒറീസയിൽ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയൊക്കെ ചുട്ടുകഴിച്ച് ഒറീസ എന്തുമാത്രം അനുഭവിച്ചു. അതുപോലെ ഇന്നിപ്പം നടക്കുന്നു. മതം എന്താണെന്നറിയാത്തവർ, ഹൈന്ദവ മതം അവർ പറയുന്നവർ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നത്. ഹൈന്ദവ മതം എന്താണെന്ന് അറിയാത്ത ചില സംഘടനകളാണ് അവിടെ, ഭീകര സംഘടനകളാണ് ഇതിപ്പം പീഡനങ്ങൾ അഴിച്ചു വിടുന്നത്. എത്രയോ പേര് എന്ത് ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിൽ അനുകൂലമായിട്ട് പറയുന്ന ക്രൈസ്തവ നാമധാരികൾ വരെ ഉണ്ട്. ഇതുവരെ ഇപ്പം ചെന്നായുടെ ആട്ടിൻതോലിട്ട് ചെന്നായിക്കലാട്ടി ഇവിടെ അഭിനയിച്ചു, എല്ലാം കയറി എല്ലാം കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവരുടെ തനി സ്വരൂപം ചെന്നായിക്കൾ ആക്രമിക്കപ്പെട്ട വൈദികരെയും കന്യാസ്ത്രീകളെയും ജനങ്ങളെയും അവർ പറയുന്നത് അവിടെ കൊള്ളരുതാഴിയെ കാണിച്ചു, അമ്പലത്തിൽ കയറി അങ്ങനെ ചെയ്തു. നടന്ന കാര്യമാണോ ഇതൊന്നും? ആരും അറിഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇവിടെ അവർ കാണിച്ച കൊള്ളരുതാഴികൾ. മോഡി വിചാരിക്കുന്ന ഇവിടെ എന്തെങ്കിലും ഒന്ന് ഊട്ടിപ്പരട്ടി ക്രൈസ്തവരെ സമാധാനിപ്പിച്ച് എങ്ങനെയും നിർത്താമെന്ന്. പക്ഷേ ഈ സംഘടനകൾ സമ്മതിക്കുകയില്ല. ഇവർക്ക് മതം എന്തെന്നറിഞ്ഞില്ല, ഇവർക്ക് മതം അറിഞ്ഞുകൂടാ, ആ ഭീകരത മാത്രമേ അറിയാവൂ. എന്തിനാ ഇസ്ലാം സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? അതിൽ എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, ഭീകരർ. അവർ കുറച്ച് പേരുണ്ട്, അവരെ കുറ്റപ്പെടുത്തരുത്. സാധാരണ ജനങ്ങളെ ദ്രോഹിക്കേണ്ടുന്ന കാര്യമില്ല. അവരെക്കാളും കൂടുതൽ ദ്രോഹം നിങ്ങളിവിടെ ക്രിസ്ത്യാനികൾക്ക് ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെയൊക്കെ 2 വീഡിയോകളിൽ പറഞ്ഞിരുന്നു, ഇപ്പോഴും ഇടയ്ക്കും പറയുന്നു. എരിതിയിൽ നിന്ന് ക്രിസ്ത്യാനികൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എരിതിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എരിതിയിലോട്ടാണ് വീഴുന്ന ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഗവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ 5 മാസം മുൻപേ ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചില നീതിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ വഖഫിൻ്റെ കാര്യത്തിലായിട്ട് അതെല്ലാം നീതിയായിട്ടുള്ളത് നടക്കണം. പക്ഷേ മറ്റ് കാര്യങ്ങളിൽ അതൊന്നും പാടില്ല. അത് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ളത് കാര്യങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ സാമൂഹിക കാര്യങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വീഡിയോകൾ ചെയ്യണം. അത് ഞാൻ പിന്നീട് പറയാം. അപ്പം അവിടെ നമ്മൾ കള്ളന്മാരുടെ ഗുഹ ആ ദേവാലയത്തിൽ അതുകൊണ്ടുള്ള മ്ലേച്ഛതകൾ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ഈശ്വരവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദേവാലയം നശിച്ചു പോകും. നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ദേവാലയങ്ങളിലും അങ്ങനെയാണ് സാധാരണ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയരുത്. ഇനിയിപ്പോൾ എൻ്റെ ദേവാലയത്തിൽ അങ്ങനെയാണെന്നൊന്നും പറയരുത്. അങ്ങനെയൊന്നല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളത് ബാധ്യസ്ഥരാണ്, പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവരെ ഭക്തരെ അവരുടെ ഇല്ലായ്മ നോക്കി അവരെ ഉപദ്രവിക്കാൻ നോക്കരുത്. ഇല്ലായ്മ നോക്കി അവരെ വെറുതെ വിടണം. അവരെ പിഴിയാൻ പാടില്ല. ആ ദൈവം വലിയ തിന്മ അവിടെ വരും. അതാണ് ഇവിടെ വരുന്നത്. മലാക്കി 3-ാം അധ്യായം 1 മുതൽ 4 വരെ മിശിഹ ദേവാലയത്തിൽ പരിശോധന നടത്തുന്ന കാര്യം പറയുന്നുണ്ട് ദൈവം. ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇത് നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. 700, 500, 600, 700 വർഷങ്ങൾക്ക് മുൻപ് ഒക്കെ ഓരോ പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഇപ്പം നിറവേറിയത്. കർത്താവ് തന്നെ യേശു തന്നെ പറയുന്നുണ്ടല്ലോ, പ്രവചനങ്ങളെല്ലാം നിറവേറണം, എല്ലാം നിറവേറും, യേശുവിൽ കൂടി നിറവേറും. പിന്നെയാണ് യേശുവിൻ്റെ താൻ ബലിയാകുന്നത്. അത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മലാക്കി പറഞ്ഞു അതുപോലെയാണ് ഇവിടെ കർത്താവ് അവിടെ പരിശോധന നടത്തി
അവിടെ നടത്തുമെന്ന് മലാക്കി പറയുന്നു. ഇനി സഖറിയ 14:2 പറയുന്നു, ജെറുസലേമിലും ഇസ്രായേലിലുമുള്ള കലങ്ങളെല്ലാം അതെല്ലാം പവിത്രീകരിക്കപ്പെടും, ഇനിമേൽ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടാകില്ല എന്ന് പറയുന്നു. അതെല്ലാം ആ പാത്രങ്ങളെല്ലാം ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കൊടുക്കണം, അതിനൊക്കെ ഉള്ള വിലയാണ് വാങ്ങിക്കുന്നത് ഈ കച്ചവട സംഘം. അതൊക്കെ പ്രധാന പുരോഹിതനും അവരുടെ സിൽബന്തികൾക്കും അതിൻ്റെ ദേവാലയ സേനകൾക്കും സന്നിഹിതരീൻ സംഘത്തിനും അതിൻ്റെതായിട്ടുള്ള പടി കിട്ടുമായിരുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് 11-ാം അധ്യായത്തിൽ ഈ ഭാഗം പറയുമ്പോൾ 15-16 വാക്യത്തിൽ പറയുന്നുണ്ട്, ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ അവൻ അനുവദിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ ഈ സഖറിയയുടെ പുസ്തകത്തിലും ഒക്കെ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നിറവേറിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് AD 69 റോമൻ സൈന്യാധിപൻ വന്ന് അവിടെ ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്തു? കർത്താവിൻ്റെ സഭ അവിടെ വന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭയിൽ അവിടെ വന്ന് അവിടെ ബലികൾ പിന്നെ ഒരു ന്യൂനതയും ഇല്ലാതെ ഇന്ന് വരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സഭ അതിന് ശേഷം ഉണ്ടായി. അത് അന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ജനതകളെയും പ്രാർത്ഥനാലയമായിരുന്ന സ്ഥലമാണ് അവർ കച്ചവടത്തിന് ഉപകരിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കർത്താവ് ഇത് ശുദ്ധീകരിച്ച് എല്ലാം ചെയ്തു. അതിനുശേഷം ഇങ്ങനെയാണ് സെഫാനിയ 1:11-12 വാക്യങ്ങളിലും പറയുന്നുണ്ട്, കർത്താവ് ഇവിടെ ബലികൾക്ക് ഒരിക്കലും മുടക്കം വരികയില്ല, കർത്താവ് അവിടെ ഉപവിഷ്ടനാകും എന്നാണ് പറയുന്നത്. ഉപവിഷ്ടനായി അവിടെ ബലികൾ അവിടെ നടത്തും. അപ്പോൾ സ്വർണവും വെള്ളിയും ഉലയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ ഞാൻ ഈ ബലികളെല്ലാം ശുദ്ധീകരിക്കും. അവിടുത്തെ ഓരോ ഉപകരണങ്ങളും എല്ലാം ഞാൻ എല്ലാം ശുദ്ധീകരിക്കും. അവിടെ ഇരുന്ന് ചെയ്യും. മിശിഹ പ്രധാന പുരോഹിതനായിട്ട് അവിടെ ഇരുന്ന് ചെയ്യും. അങ്ങനെ അവിടെ ബലികൾക്കൊരിക്കലും മുടക്കം വരികയില്ല. അതേ ആധുനിക സഭയല്ല, ഇതിന് ശേഷം കർത്താവിൻ്റെ സ്വർഗ ആരോഹണത്തിന് ശേഷം അവിടുന്ന് സ്ഥാപിച്ച ആ സഭയിൽ, പെന്തക്കോസ്തോടുകൂടി സ്ഥാപിച്ച ആ സഭയിൽ ഇന്ന് വരെ ബലികൾ മുടക്കം വരുന്നില്ല. ദിവസവും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ബലികൾ മുടക്കം വരുന്നില്ല. അവിടെ ആരും കയറി ഒന്നും കൈകടത്താൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ ദേവാലയ ശുദ്ധീകരണത്തിലെ ദൈവത്തിൻ്റെ ദേവാലയമാണ്, ദൈവം നിർമ്മിച്ച ദേവാലയമാണ്. മറ്റേതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഇന്ന് കാണുന്ന മനുഷ്യൻ നിർമ്മിച്ചതാണ്. മനുഷ്യവർഗം എന്ന് പറയുന്നത് ദൈവം നിർമ്മിച്ച ദേവാലയമാണ്. ദൈവത്തിന് വസിക്കാനുള്ള ദേവാലയമാണ്. ഓരോ മനുഷ്യനും ദൈവാലയങ്ങൾ. ദൈവമാണ് അവിടെ വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാലയമാണ് ഓരോ മനുഷ്യനും. ആ മനുഷ്യനെ ഏത് വിധത്തിലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വർഗത്തിൻ്റെ പേരിലും ഒന്നും നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഈ സൻഹെദ്രീൻ സംഘം, ഈ പുരോഹിതവർഗം, ഈ പ്രമാണിവർഗം, ഫരിസേയരും നിയമജ്ഞരുമായിട്ടുള്ള ഈ വർഗത്തെ പോലെ ആയിപ്പോവുക. അതുപോലെ അവർക്ക് സാധിക്കുകയുള്ളൂ പിന്നെ ജീവിക്കുക. അതാണ് അവരുടെ വിധിയായിട്ട് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ദൈവാലയങ്ങൾ നമ്മൾ ആരെയും പിന്തള്ളാനുള്ളവരല്ല. നമ്മുടെ ദൈവാലയങ്ങൾ എല്ലാവരെയും സ്വീകരിക്കാനുള്ളവരാണ്. അവരവിടെ നിന്ന് അവർക്ക് പ്രാർത്ഥിക്കാം, ആർക്കും കാഴ്ചകൾ അർപ്പിക്കാം, ആർക്കും ബലിയിൽ പങ്കുകൊള്ളാം. പിന്നെ ബലിയിൽ ഭക്ഷിക്കുന്നതിന്, അതായത് വിശുദ്ധ കുർബാന തിരുവോസ്തി സ്വീകരിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചിട്ടകളുണ്ട്. ആയവർക്കേ അത് പറ്റുകയുള്ളൂ. അല്ലാത്തവർക്കെല്ലാം അവിടെ നടത്താം, ബാക്കിയുള്ളതെല്ലാം നടത്താം. അപ്പോൾ ആധുനിക സഭയും കൂടെ ഉദ്ദേശിച്ചാണ് ഇവിടെ കർത്താവ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ പോലെ പറഞ്ഞ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വളരെ കാലങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങളാണ് അവിടെ നടന്നത്. അല്ലാതെ കർത്താവിനെ അതുകൊണ്ടല്ല കർത്താവിനെ അവർ പിടിച്ച് കുരിശിൽ തറച്ചു. ചിലർ പറയുന്നു അല്ല, കുരിശിൽ തറയ്ക്കാൻ വിട്ടില്ല, ദൈവം അയാളെ യേശുവിനെ രക്ഷിച്ചു കൊണ്ടുപോയി സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി വേറൊരാളെ പിടിച്ച് കുരിശിച്ചു. ഇങ്ങനെയൊക്കെ പറയും, വിഡ്ഢിത്തരങ്ങളും മ്ലേച്ഛതകളും പറയുന്നവരുണ്ട്. അതിനെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, കർത്താവ് ആദ്യം മുതൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് വീഡിയോയിൽ, ആദ്യം മുതലേ കർത്താവിനറിയാം കർത്താവിൻ്റെ ഭാഗധേയം എന്താണെന്ന്. താൻ ലോകത്തിൽ വന്നത് സ്വയം ബലിയാകാനാണ്. വർഗത്തിന് മുഴുവനും, മാനവകുലത്തിൻ്റെ മുഴുവനും ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി ബലി ആകാനാണ് വന്നത്, അങ്ങനെ ബലിയായി ആകുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ സഭ, കർത്താവിൻ്റെ തന്നെ സഭ വരുന്നത്, യേശുവിൻ്റെ തന്നെ സഭ. അതിന്നും നിലനിൽക്കുന്നു. പിളർപ്പുകളും വിള്ളലുകളുമൊക്കെ വിള്ളലുകൾ ഉണ്ടാകത്തില്ല, പിളർപ്പ് ചിലടത്ത് അങ്ങനെ മാറിപ്പോവും. അത് പിളർപ്പുകൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ പറയുന്ന നാരകീയ ശക്തികൾ ഇതിൻ്റെ മേൽ ബലപ്പെടുകയില്ല. ഉണ്ടാകുമോ? പലതുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ പക്ഷേ അവർക്ക് പ്രബലപ്പെട്ട് നിൽക്കാൻ, ഇതിനെതിരെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരോ കാലഘട്ടങ്ങൾ ഓരോന്നുണ്ടായിട്ടുണ്ട്. അത് സാത്താൻ്റെ പ്രവർത്തനമാണ്. സാത്താൻ കർത്താവിൻ്റെ സാമ്രാജ്യത്തെ, സ്വർഗരാജ്യം എന്ന ദൈവരാജ്യം എന്ന സാമ്രാജ്യത്തെ ഭിന്നിപ്പിക്കാനായിട്ട് സഭയിലൂടെ ചില അതിൽ പ്രവർത്തിക്കും. അപ്പോൾ അവരും കൂട്ടരുമായിട്ട് അവരുടെ കുറേ അനുയായികളുമായിട്ട് അങ്ങ് മാറും എന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സാത്താൻ എപ്പോഴും പ്രവർത്തന നിരതനാണ്, കർത്താവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപസംഹരിക്കാം. നമ്മുടെ ദൈവാലയങ്ങളും നമ്മുടെ മനസ്സ് നമ്മളാകുന്ന ദൈവാലയവും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും നമ്മുടെ ബോധതലങ്ങളെയും ഇത് കർത്താവ് ഇവിടെ ശുദ്ധീകരിച്ചതുപോലെ നമ്മളും ശുദ്ധീകരിക്കണം. വേണ്ടാത്തതുകളെല്ലാം നമ്മളിൽ ഉണ്ടാകരുത്. മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന അനുകമ്പ ഉണ്ടാകണം. അല്ലെങ്കിൽ പിഴിഞ്ഞു വാങ്ങിക്കാനും പിഴിഞ്ഞെടുക്കാനും അവരെ ചൂഷണം ചെയ്യാനും നമ്മളുണ്ടാകരുത്. കർത്താവിൻ്റെ പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ എല്ലാ ജനതകളുടെയും പ്രാർത്ഥനാലയമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആരെയും അവിടെ തടസ്സം ചെയ്യാൻ പറ്റുകയില്ല, അത് അനുവദിക്കാൻ പറ്റില്ല. അത് തിന്മയാണ്, വലിയ തിന്മയാണ് അങ്ങനെ തടസ്സം ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥനയിലൂടെ ഉപസംഹരിക്കാം. നമുക്ക് ഈ നോയമ്പിൻ്റെ പരിശുദ്ധിയും ഇതുവരെയും കാത്തു സൂക്ഷിച്ച ആ പരിശുദ്ധി ഇപ്പോഴും നോയമ്പിൽ നമുക്ക് അവസാന ദിവസം വരെയും ഇനിയുള്ള കാലങ്ങളിൽ, ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിന് വരപ്രസാദത്താൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഉപസംഹരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. ആമേൻ.